മാണിയും ഫാമിലിയും നമുക്ക് ഏറെ പരിചിതരായിട്ടുള്ള ഒരു കുടുംബമാണ് അല്ലേ അവരുടേത്. പ്രത്യേകിച്ച് പേളി മാണിയും അവരുടെ പേളി മാണി ഷോയും ഒക്കെ നമ്മളെല്ലാവരും കാണുന്നതാണ്, നമ്മുടെയൊക്കെ ഫീഡിൽ എപ്പോഴെങ്കിലും ഒക്കെ വന്നിട്ടുള്ളതാണ്. അതിനൊക്കെ മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം പറഞ്ഞു തുടങ്ങാനാണ് താല്പര്യപ്പെടുന്നത്. അശ്വതി ശ്രീകാന്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. യൂട്യൂബ് ചാനൽ ഉണ്ട്, യൂട്യൂബിൽ വ്ളോഗ്സ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ പാരന്റിങ് വീഡിയോസ് ഒരുപാട് ചെയ്യാറുണ്ട്. മദേഴ്സിനും സ്ത്രീകൾക്കും ഒക്കെ ഒരുപാട് എംപവർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതാണ് അശ്വതി ശ്രീകാന്ത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ അശ്വതി ശ്രീകാന്ത് ഇടയ്ക്ക് ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമാണ്, കുട്ടികളുടെ വീഡിയോസ് പണ്ട് അവർ ഒരുപാട് പങ്കുവെക്കുമായിരുന്നു. അപ്പൊ ഈ വീഡിയോസ് പങ്കുവെക്കുന്നതിലൂടെ ആദ്യമൊക്കെ നല്ല രസമായിരുന്നു, കുട്ടികളുടെ പല മൊമെന്റ്സും നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുന്നതാണല്ലോ. പക്ഷെ പിന്നീട് പോയപ്പോഴത്തേക്കും ഒരു ദിവസം കുഞ്ഞിന്റെ ഒരു വീഡിയോ, സ്കൂളിൽ പോകാനെങ്കോ മടിച്ചു നിൽക്കുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു വീഡിയോ ഇവരെടുത്തിട്ട് പബ്ലിഷ് ചെയ്യുകയും അത് ഒരുപാട് പേര് കാണുകയും പിന്നീടൊക്കെ ഈ കുഞ്ഞിനെ കാണുമ്പോഴത്തേക്കും മോക്ക് സ്കൂളിൽ പോകാൻ മടിയാണല്ലേ, അങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കുഞ്ഞ് എപ്പോഴും കേൾക്കാൻ ഇടയായി വന്നു. അപ്പൊ എന്നിട്ട് ഈ കുഞ്ഞ് തിരിച്ചു വന്ന് അമ്മയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ എൻ്റെ അമ്മയുടെ മുമ്പിൽ കരഞ്ഞൊരു കാര്യം, അമ്മയുടെ മുന്നിൽ പറഞ്ഞൊരു കാര്യം ഇപ്പൊ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞില്ലേ, അപ്പൊ അത് എനിക്ക് എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ലല്ലോ, അങ്ങനെ ഒരു കാര്യം മോള് തിരിച്ച് ചോദിച്ചു എന്നുള്ളത്. അപ്പോഴാണ് അശ്വതിക്ക് മനസ്സിലായത് ഇത് കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം ബാധിക്കുമെന്നും. അപ്പൊ അവർ അവരുടെ അമ്മയടുത്തോ അച്ഛൻ്റെ അടുത്തോ ഒക്കെ നിന്നിട്ട് കാണിക്കുന്ന വളരെ വൾണറബിൾ ആയിട്ടുള്ള അവരുടെ മാത്രമായിട്ടുള്ള പല കാര്യങ്ങളായിരിക്കും അല്ലെ. അപ്പൊ ഇത് പബ്ലിഷ് ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ ഇന്ന് കുട്ടികൾ ആ വീഡിയോ കാണുന്നുണ്ടാവില്ല, നാളെയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി വലുതാവുമ്പോഴോ ഒക്കെ ഈ വീഡിയോ അവർ കാണുകയും അല്ലെങ്കിൽ ഇത് കണ്ട് മറ്റുള്ളവർ, ചിലപ്പോൾ ഇവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ അമ്മമാരായിരിക്കാം, ഒക്കെ ഈ കുട്ടികളോട് വന്നിട്ട് അയ്യോ ഇങ്ങനെ ചെയ്തല്ലേ കഴിഞ്ഞ ദിവസം, അല്ലെങ്കിൽ ഇവിടെ പോയിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും കുട്ടികൾക്ക് വളരെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ ഇതെങ്ങനെ ഇവരറിഞ്ഞേ എന്നുള്ളൊരു കാര്യം അവർക്കുണ്ടാവും അല്ലേ. അപ്പൊ നമ്മുടെ എന്താ പറയാ, നമ്മുടെ അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ നമ്മൾ കാണിച്ച ആ ഒരു ട്രസ്റ്റിന് അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ. അപ്പൊ അങ്ങനെ ഒരു തോട്ട് അശ്വതി ശ്രീകാന്ത് പങ്കുവെച്ചതിലൂടെ നമുക്ക് പേളി മാണിയുടെ വീഡിയോ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ കുട്ടികൾ പറയുന്ന പല കാര്യങ്ങളും അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അല്ലേ. വളരെ റോ ആയിട്ടാണ് അവർ പബ്ലിഷ് ചെയ്യുന്നത്, അവരൊന്നും മറക്കുന്നില്ല. കാരണം കുട്ടികൾ പല കാര്യങ്ങളും സംസാരിക്കും, പല വാക്കുകൾ കുട്ടികൾ ഉപയോഗിക്കും, ഇതൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ കുറച്ചുകൂടെ വലുതായതിനു ശേഷം ഈ വീഡിയോസ് കാണുകയും അയ്യോ അന്ന് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആൾക്കാരെല്ലാരും കണ്ടില്ലേ എന്നൊക്കെയുള്ള ഭയങ്കര മോശമായിട്ട് അവരുടെ ഒരു സെൽഫ് എസ്റ്റീമിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. അപ്പൊ ഇതേ കാര്യത്തിനോടൊപ്പം തന്നെ എനിക്ക് കണക്ട് ചെയ്ത് പറയാൻ ഞാൻ മറ്റൊരു കാര്യം ഓർക്കുന്നു. സാന്ദ്ര തോമസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, വളരെ പ്രശസ്തയായിട്ടുള്ള സിനിമ പ്രൊഡ്യൂസർ ആണ്. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ടുള്ള പ്രൊഡക്ഷൻ കമ്പനിയാണ് നടത്തുന്നത് സാന്ദ്ര തോമസും ഒരുപാട് വ്ളോഗ്സ് ഒക്കെ ചെയ്തിരുന്നു, ഒരുപാട് ഫാമിലി ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിരുന്നു. തങ്കക്കൊലുസ് എന്ന് പറയുന്ന 2 പെൺമക്കളുണ്ട്, ഇരട്ടകളാണ്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും അവരുടെ വീഡിയോസ് അല്ലേ. പക്ഷെ പിന്നെ അങ്ങോട്ട് ചെല്ലുന്തോറും ഇവർ ആ വീഡിയോസ് അധികമൊന്നും അങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല, കുട്ടികളുടെ കാര്യങ്ങളൊന്നും അങ്ങനെ പുറത്ത് കാണിക്കാറില്ല. അപ്പൊ അത് മറ്റൊരു ഇന്റർവ്യൂവിൽ ഇവരോട് ചോദിക്കുന്ന സമയത്തിന് ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ കുട്ടികളുടെ വീഡിയോ, ഇവരെവിടെയോ പോകുന്നത് ഒക്കെ ആയിട്ടുള്ള കുട്ടികളുടെ വീഡിയോസ് പങ്കുവെച്ചിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസം ഇവർ വേറെ എന്തോ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടെ നിന്ന് ഇവർക്ക് അറിഞ്ഞൂടാത്ത പലരും പോലും വന്നിട്ട് കഴിഞ്ഞ ദിവസം ഇന്നടത്ത് പോയിരുന്നില്ലേ, അവിടെ ചെന്നപ്പോൾ കുട്ടികളൊക്കെ എന്താ ഇത്ര വാശി കാണിച്ചേ, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പൊ ഇവർ ഭയങ്കര ഷോക്കായിപ്പോ, ഇവർക്ക് ഇത് നമുക്ക് അറിയാത്ത ഒരാളാണല്ലോ, അപ്പൊ ഇവർ വന്ന് നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളൊരു കാര്യമായിപ്പോയി അവർക്ക്. ശരിയാണല്ലേ, ഇവർ ഈ വീഡിയോ പങ്കുവെക്കുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ആൾക്കാർ പോലും ഈ വീഡിയോസ് കാണുന്നുണ്ടാവും. ഇവർക്ക് ചിലപ്പോൾ ഈ കുട്ടികളുടെ അടുത്തൊക്കെയുള്ള ഇഷ്ടം കാരണം അവരൊക്കെ ആ വീഡിയോസ് ഏറ്റെടുക്കുന്നുണ്ടാവും അല്ലേ. അപ്പൊ ഇവരൊക്കെ എന്താ പറയാ, ഈ കുട്ടികളെ അവരുടെ ലൈഫിൽ നിന്ന് ഇവരെന്താ ചെയ്യുക, ഒരു പ്രൈവറ്റ് ലൈഫിൽ നിന്ന് പബ്ലിക്കിലേക്ക് ശരിക്കും പറഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. സാന്ദ്ര തോമസ് അതിനുശേഷം അത്തരത്തിലുള്ള വീഡിയോസ് ഒന്നും ചെയ്തിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അതിനുശേഷം അവർ ചെയ്തോ എന്നുള്ളത് കൂടുതലായി എനിക്കറിയില്ല, എന്നാലും ഇല്ല എന്ന് തന്നെയാണ്. അവരുടെ വ്ളോഗ്സ് ഒക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പൊ ഇത്തരത്തിൽ ഇവരൊക്കെ തിരിച്ചറിയുകയും ഇവരുടെ കുഞ്ഞുങ്ങളെ വെച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ കുറയ്ക്കുകയും ഒക്കെ ചെയ്ത സ്ഥാനത്ത് പേളി മാണി എന്ന് പറയുന്ന ഒരു വ്യക്തി
തികച്ചും ഇത്തരത്തിലെ കുഞ്ഞുങ്ങളെ വെച്ചിട്ടുള്ള വ്ളോഗ്സിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതല്ലേ. ഒരുപാടുണ്ട് മറ്റ് വ്ളോഗ്സ്, എങ്കിലും അവരുടെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ റൺ ചെയ്യുന്ന വീഡിയോസും അവരുടെ കുട്ടികളെ കാണിച്ചിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അത് റൺ ചെയ്യാനുള്ള കാരണവും നമ്മുടെ സമൂഹം കൂടുതൽ ഈ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യപ്പെടുന്നു എന്നത് കൊണ്ടിട്ട് തന്നെയായിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ, ഈ കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ എന്താണ്, അവർക്ക് ഈ ഒരു പബ്ലിക്കിലേക്ക് ശരിക്കും അവർ ഇട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഈ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെയാണ്, സ്കൂളിൽ പോകാൻ റെഡി ആവുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവർ ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാം ആ കുഞ്ഞുങ്ങളുടെ പ്രൈവറ്റ് ലൈഫിലെ എല്ലാ കാര്യങ്ങളും പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുക എന്നുള്ളൊരു കാര്യം വളരെ കൂടുതലല്ലേ. സോ എൻ്റെ കുട്ടികൾ ഇതിനേക്കാളും നന്നായിട്ട് ആഹാരം കഴിക്കുമല്ലോ, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ ഇതിനേക്കാളും നന്നായിട്ട് തനിയെ ചെയ്യുമല്ലോ, ഈ കുട്ടികൾക്ക് അതുപോലും അറിയില്ലേ എന്നൊക്കെ ഉള്ളത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാരും വിലയിരുത്തില്ലേ. നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു കുഞ്ഞുങ്ങളുടെ ഒരു പ്രൈവറ്റ് ലൈഫിനെ മറ്റുള്ളവരെ മുമ്പിലേക്ക് എടുത്തിട്ടിട്ട് പേളി മാണി ചെയ്യുന്ന ഈ ഒരു കാര്യം ശരിയാണ് എന്നൊക്കെ തോന്നുന്നുണ്ടോ? ഇപ്പോൾ ആ കുട്ടികൾ വളരെ ചെറുതാണ്. ഇവർ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ ഈ വീഡിയോസ് ഇവർ തന്നെ കാണും. ഇതിനടിയിൽ വരുന്ന കമന്റ്സ് ഇവർ കാണും. ഇതിനടിയിലുള്ള പല കമന്റ്സും പേളി മാണിയുടെ ടീം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ടാവും, ശരിയാണ്. എങ്കിൽ പോലും ഈ വീഡിയോസിനെ ബേസ് ചെയ്ത് മറ്റു പല യൂട്യൂബ് ചാനലും ട്രോൾസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ റിയാക്ഷൻസ് ചെയ്യും. ഈവൻ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോസ് പോലും ചിലപ്പോൾ യൂട്യൂബിൽ തന്നെ ഉണ്ടാവും. അപ്പൊ കുഞ്ഞുങ്ങൾ എപ്പോഴും വലുതാവുമ്പോഴത്തേക്കും ഈ വീഡിയോസിലൊക്കെ അവര് എത്തുകയും അതിനടിയിൽ വരുന്ന മറ്റ് കമന്റ്സ്, പല നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് നമുക്കറിയാം അല്ലേ. സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവിനെക്കാളും ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് നെഗറ്റീവ് ആണല്ലേ. അപ്പൊ ഈ കുട്ടികൾ മറ്റ് വീഡിയോസിലുള്ള നെഗറ്റീവ് കമന്റ്സുകൾ കാണുകയും അവർക്ക് തോന്നാം അല്ലേ, അന്ന് എൻ്റെ അമ്മ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇട്ടത് കൊണ്ടല്ലേ ഇന്ന് അത്തരത്തിലുള്ള കമന്റ്സ് ഞാൻ കാണേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഈ കുട്ടികൾ തന്നെ ഈ കുട്ടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഇതുപോലെയുള്ള പല വീഡിയോസ് പങ്കുവെക്കുകയും അതുപോലെയുള്ള പല കമന്റ്സുകൾ ഇവർ കാണാൻ ഇടവരികയും, അല്ലെങ്കിൽ ഇവരുടെ തന്നെ സ്കൂളിലെ കുട്ടികൾ ഇത് കാണാൻ ഇടവരികയും അവരുടെ പാരൻസ് ഒക്കെ വരുമ്പോൾ അത് വലിയൊരു ചർച്ചയായിട്ട് മാറും അല്ലേ. അപ്പൊ ഈ കുട്ടികൾക്ക് എന്താ, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ലൈഫ് ഇല്ല. അപ്പൊ അവരുടെ ലൈഫിൽ എന്ത് നടന്നാലും അത് നാട്ടുകാരെല്ലാവരും അറിയുന്നു എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവും. അപ്പൊ അത് ഇവർക്ക് നല്ലതായിരിക്കാം, അതുപോലെ തന്നെ മറ്റു പല പ്രോബ്ലംസും ഇവർക്ക് ഉണ്ടാവാം അല്ലേ. അതെല്ലാവരും അറിയുന്നു എന്ന് പറയുമ്പോൾ ഓക്കെ ശരി, നമുക്കൊരു സന്തോഷം ഉണ്ടാവും. പക്ഷെ അതുപോലെ തന്നെ ഇത് എൻ്റെ പേഴ്സണൽ കാര്യമല്ലേ, ഇതെങ്ങനെ മറ്റുള്ളവർ അറിഞ്ഞു എന്നുള്ള തരത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് പലർക്കും തോന്നാം. അപ്പൊ അവരുടെ ഒരു പ്രൈവസി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും അവരുടെ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ പ്രചരിപ്പിക്കാനോ അതല്ലാതെ പബ്ലിഷ് ചെയ്യാനോ ഒന്നും പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. എന്നാൽ ഈ വീഡിയോസിലൊക്കെ എന്താണ്, മാതാപിതാക്കൾ തന്നെയാണ് അവരുടെ കുട്ടികളുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലൊരു പ്രശ്നം ഇതിൽ ഉണ്ടാവുന്നില്ല. എങ്കിൽ പോലും കുട്ടികളുടെ ഒരു പ്രൈവസി അവർ മാനിക്കുന്നില്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. ഈ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന പല വാക്കുകൾ ചിലപ്പോൾ പലയിടത്തുനിന്നും സ്കൂളിൽ നിന്നും ഒക്കെ കേട്ടിട്ട് വരുന്ന വാക്കുകളായിരിക്കും. അങ്ങനെ വളരെ റീസെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ പോലും അത്തരത്തിൽ കുഞ്ഞുങ്ങൾ സംസാരിക്കുന്ന ഒരു വാക്ക് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനിടയ്ക്ക് ഒരുപാട് കമന്റുകളും ചർച്ചകളും വരുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത് ഈ കുട്ടികൾ, അങ്ങനെയൊക്കെ മറ്റു പല കമന്റ്സും ഉണ്ടായി. പലരും പറയുന്നുണ്ട് അയ്യോ ഞങ്ങളുടെ വീട്ടിലും കുട്ടികൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് എന്നൊക്കെ. പക്ഷെ അപ്പോഴും എന്താണ്, ഈ ഒരു പാരൻസിനെ ജഡ്ജ് ചെയ്യാനും ഈ ഒരു കുട്ടികളെ ജഡ്ജ് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ ഇട്ട് കൊടുക്കണമോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. ഒരുപാട് പേര് യൂട്യൂബ് കാണുന്നുണ്ട്, ഒരുപാട് പേര് യൂട്യൂബേഴ്സ് ആണ്, ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഫാമിലി വ്ളോഗ്സ് ചെയ്യുന്നവരൊക്കെ കുട്ടികളെ കാണിക്കുന്നു, കുട്ടികളുടെ പല മൊമെന്റ്സും കാണിക്കുന്നു. പക്ഷെ ഇതിലൊക്കെ കുറച്ചുകൂടി ഈ കുട്ടികൾ വലുതായി വരുമ്പോൾ അവർക്ക് ഇതിൽ താല്പര്യമില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയായിരിക്കും. അവരുടെ അനുവാദമില്ലാതെ നമ്മൾ അവരുടെ ഫോട്ടോയും വീഡിയോസും ഒക്കെ നമ്മൾ അവരുടെ പല വൾണറബിൾ ആയിട്ടുള്ള മൊമെന്റ്സും നമ്മൾ ക്യാപ്ചർ ചെയ്ത് ചെയ്യുന്നത്. ഇത് ഇത്തരത്തിൽ പോകുമ്പോൾ ഈ പബ്ലിക് എന്ന് പറയുന്നത് പല മനസ്സുള്ള ആൾക്കാരാണ്. ഈ കുട്ടികളെ കുറിച്ച് അവർ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുകയും കുറച്ചുകൂടി വളർന്നു വരുമ്പോഴത്തേക്കും നമുക്ക് അത് കൃഷ്ണകുമാറിന്റെ ഫാമിലിയുടെ ആ ഒരു കാര്യത്തിൽ തന്നെ നമുക്കറിയാം അല്ലെ. ആ പെൺകുട്ടികൾ, ആ ഒരു ഏറ്റവും ചെറിയ കുട്ടി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവർ വ്ളോഗിങ് തുടങ്ങിയതാണ്, അത് 18 വയസ്സിന് മുന്നേ പോലും. അപ്പൊ അത്തരത്തിൽ ആ കുട്ടി ഒരു വ്ളോഗിങ് തുടങ്ങിയ ഒരു കുട്ടിയെ അത്രയും ചെറിയ പ്രായത്തിൽ പോലും പബ്ലിക് ഏതൊരു രീതിയിലാണ് ആ കുട്ടിയെ സംസാരിക്കുകയും ആ കുട്ടിയെ കണ്ടത് എന്നുള്ളതും ഒക്കെ നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഇട്ടുകൊടുക്കുന്നത് അവരുടെ മാതാപിതാക്കൾ തന്നെയാണ് അല്ലേ.
പ്രത്യേകിച്ച് പേളി മാണിയുടെ വീഡിയോസിൽ പറയാനാണെങ്കിൽ വളരെ രസമുള്ള ഒരുപാട് വീഡിയോസ് അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും അവരുടെ ഗർഭകാലം മുതൽ അവർ ഈ ഒരു കണ്ടന്റുകൾ നന്നായിട്ട് ഈ കുഞ്ഞുങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് അവർ കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായത് തന്നെ പേളി മാണിയുടെ ഒരു ഗർഭകാലം മുതൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. അപ്പൊ അത്തരത്തിൽ ഇവർ ഈ ചെയ്യുന്ന ഒരു കാര്യം ഇനി അവരുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരാനുള്ള സാധ്യത വളരെയേറെയാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും യൂട്യൂബ് കാണുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും യൂട്യൂബിൽ നിങ്ങളുടെ കുട്ടികളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അവരുടെ പ്രൈവസി എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സ് അല്ല. അത് പിന്നീട് കുട്ടികൾക്ക് യാതൊരു തരത്തിൽ ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള കണ്ടന്റ്സുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രോബ്ലവും ഇല്ല. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ പേളി മാണിയോട് യോജിക്കുന്നില്ല. ഒന്നോ രണ്ടോ കണ്ടന്റ് ഒക്കെ ആണെങ്കിൽ ശരി, പക്ഷെ കുട്ടികളുടെ കുറച്ചുകൂടി ആയിട്ടുള്ള ഈ ഒരു വൾണറബിൾ മൊമെന്റ്സ് ഒക്കെ അങ്ങനെ പബ്ലിക് ചെയ്യുന്നതിൽ ഞാൻ ഒട്ടും ഹാപ്പി അല്ല. എൻ്റെ കുഞ്ഞിൻ്റെ അത്തരത്തിലുള്ള മൊമെന്റ്സ് ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും. പിന്നെ എല്ലാവരും പാരൻസ് ഡിഫറെൻ്റ് ആണ്, കുട്ടികളെ വളർത്തുന്ന രീതിയും ഡിഫറെൻ്റ് ആണ്. പക്ഷെ എങ്കിലും പിന്നീട് കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലുള്ള വീഡിയോസ് ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ അവരുടെ ഒരു സെൽഫ് എസ്റ്റീമും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയും.